സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വെജിറ്റബിൾ പിസയാണ്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പിസ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിംഗ്സ് ഒക്കെ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ബെൽ പെപ്പറും അതുപോലെ തന്നെ മഷ്റൂമൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ കടയിൽ പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിസ്സ ഹട്ടിലത്തെ പോലെ തന്നെ നമുക്ക് പിസ്സയൊക്കെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പിസ്സ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ആദ്യം നമുക്ക് പിസ്സ ഡൗ ആണ് തയ്യാറാക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ വാം വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/2 കപ്പാണ്. ഒരു 1.5 ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഒരു 10 തൊട്ടിട്ട് 15 മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും ഈ ഈസ്റ്റ് എല്ലാം ഫെർമെൻറ്റേഷൻ ആയ ശേഷം ബബിൾസ് പോലെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒരു 15 മിനിറ്റ് നേരം നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡൗ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഈ മൈദയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. 1/2 തൊട്ടിട്ട് ഒരു 3/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. അങ്ങനെ നമുക്ക് ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ചേർക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒറിഗാനോ ആണ്. ഇതൊരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഈ മൈദയുടെ മിക്സ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈസ്റ്റൊക്കെ ഒന്ന് ഫെർമെൻറ്റേഷൻ ആയോ എന്നുള്ളത് നോക്കാം. ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഡൗ ഒക്കെ നന്നായി പൊങ്ങി കിട്ടുകയുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുകയുള്ളൂ. ഇങ്ങനെ പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ അങ്ങനത്തെ ഈസ്റ്റ് എടുക്കാൻ പാടില്ല. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഈസ്റ്റിൻ്റെ കൂട്ടാണ് ചേർക്കുന്നത്. ഇതൊരു 1/2 കപ്പാണുള്ളത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കേണ്ടി വരും. ആദ്യം നമുക്ക് ഇതൊന്ന് ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാറ്റിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നന്നായി കുഴച്ചെടുക്കാം. അങ്ങനെ മൈദയിൽ നന്നായി സ്പ്രെഡ് ചെയ്ത ശേഷം നന്നായി കുഴച്ചെടുക്കാം. ഇനി ഉണ്ടാവും നല്ല സോഫ്റ്റ് ആവുന്നവരെയാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴേക്കും ഡൗ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഡൗ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ഡൗ ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. അതുപോലെ ഡവിൻ്റെ മുകളിലും അല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മാവൊക്കെ ഒന്ന് ഉണങ്ങി പോകുന്നതാണ്. ഇനി ഒരു 2 മണിക്കൂർ നേരമാണ് നമുക്കതൊന്ന് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ ചൂട് കാലാവസ്ഥയാവുന്നതുകൊണ്ട് തന്നെ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഡബിൾ സൈസ് ആയിക്കൊള്ളും. അതല്ലെങ്കിൽ തണുപ്പ് കാലാവസ്ഥയാണെങ്കിൽ ഒരു 2 മണിക്കൂർ നേരമൊക്കെ നമുക്കിത് പൊങ്ങാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഒന്നൊരു ക്ലിൻ റാപ്പ് വെച്ച് കവർ ചെയ്ത ശേഷമാണ് പൊങ്ങാൻ വേണ്ടി വെക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പിസ്സ സോസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുള്ള 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും നല്ല കളറോട് കൂടിയിട്ടുള്ള നല്ല റെഡ് കളറുള്ള തക്കാളി വെച്ചിട്ട് വേണം പിസ്സ സോസ് തയ്യാറാക്കാൻ. അപ്പോൾ ഞാനിതിപ്പോൾ കുക്കറിലേക്ക് ചേർക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 5 കാശ്മീരി ചില്ലിയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 10 വെളുത്തുള്ളിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് വേവാൻ ആവശ്യത്തിന് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുക്കേണ്ടത്. തക്കാളിയൊക്കെ കുക്കാവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിങ്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനകത്ത് ടോപ്പിങ്സിന് വേണ്ടിയിട്ട് ഞാൻ 3 കളർ ബെൽ പെപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മഷ്റൂം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് തക്കാളിയുടെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്ത ശേഷം ഇതെല്ലാം ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഇത് പിസ്സ സോസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം.
ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 2 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അതിനകത്ത് വെളുത്തുള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. അങ്ങനെ ചില്ലി ഫ്ലേക്സും ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഇനി അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ ആണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്ന് കുറുകി വരുന്ന വരെയാണ് നമുക്കതൊന്ന് വഴറ്റി യോജിപ്പിക്കേണ്ടത്. അല്ലാണ്ട് വറ്റി തിക്കാവേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഈ ഒരു തിക്നെസ് ആയി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പിസ്സ സോസ് നമുക്കൊരു 1 മന്ത് വരെയൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പിസ്സയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഈ പിസ്സ സോസ് തന്നെ എടുത്താൽ മതി. ഞാനിവിടെ പ്രസ്റ്റീജിൻ്റെ ബേക്ക് മാസ്റ്ററിലാണ് പിസ്സ തയ്യാറാക്കുന്നത്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പിസ്സ ബേസാണ്. അപ്പോഴേക്കും എന്താ നമ്മുടെ ഡവ് എല്ലാം ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. നമുക്ക് ക്ലീൻ റാപ്പ് ഒന്ന് തുറന്ന് നോക്കാം. ഇതാ ഈ ഒരു രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനത് ഡവൊക്കെ നന്നായി ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ പിസ്സ ബേസിലേക്ക് വെക്കുന്നത്. ഇനി നമുക്ക് ഈ ഡവ് ഈ പിസ്സ ബേസിലേക്ക് ചേർക്കാം. എല്ലാ ഭാഗത്തും ഒരേ ലെവലിലാവുന്ന വരെ നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്സ ബേസ് എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫോർക്ക് വെച്ച് ഇതൊന്ന് കുത്തി കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ നടുവശം ഒന്ന് പൊങ്ങി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ ലെവലിൽ എല്ലാ ഭാഗത്തും ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കൊത്തി കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. അതിന് ശേഷമാണ് പിസ്സ സോസ് പുരട്ടുന്നത്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡവൊക്കെ ഒന്നും കൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പിസ്സ സോസാണ് ചേർക്കുന്നത്. അങ്ങനെ പിസ്സ സോസ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിലേക്ക് നമുക്കിതിലേക്ക് പുരട്ടാം. അങ്ങനത്തെ പിസ്സ സോസ് എല്ലാവിടേക്കും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഒറിഗാനോ ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മൊസല്ല ചീസാണ് ചേർക്കേണ്ടത്. 200 ഗ്രാം മൊസല്ല ചീസ് ഒരു പിസ്സയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടത്. അതിൽ 100 ഗ്രാം നമുക്ക് ബേസായിട്ട് ചേർക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പിങ്സ് ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ടോപ്പിങ്സ് ചേർക്കാം. അങ്ങനത്തെ ടോപ്പിങ്സ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല ചീസ് ഒന്നും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യാം. മുകളിലായിട്ട് ഗ്രീൻ ഒലീവ്സും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുക. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പിസ്സ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഓവനിലേക്കാണ് വെക്കുന്നത്. ഇവിടെ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു 12 തൊട്ട് ഒരു 15 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അതിന് മുന്നേ ആയിട്ട് ഒരു 5 മിനിറ്റ് നേരം ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഓവനിലേക്ക് വെക്കാം. ഞാനത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിലേക്ക് ഇത് വെക്കുകയാണ്. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ പിസ്സയൊക്കെ ഓവനിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചൂടോടുകൂടി കട്ട് ചെയ്യുമ്പോഴാണ് ആ ചീസൊക്കെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഒരു പിസ്സ കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നൈഫ് വെച്ചിട്ടോ കട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വെജിറ്റബിൾ പിസ്സയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി കടയിൽ പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.